ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയേജ്. നമ്മുടെ ഇന്നുള്ളത് കിയന്റെ സൊറണ്ടോ ആണ്. 2026 മോഡൽ സൊറണ്ടോ ആണ്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫീച്ചറുകളും കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു പുതിയ മോഡലാണ്. നമ്മുടെ ഇന്നുള്ളത് ഹൈബ്രിഡ് വേർഷനാണ്. അതിന്റെ തന്നെ സൊറണ്ടോന്റെ തന്നെ EX എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ് നമ്മുടെ ഇന്നുള്ളത്. നമ്മൾ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് ഇതിന്റെ ഫ്രണ്ട് സ്റ്റൈലിംഗ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് 2026 മോഡലാന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെതായ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇതിനകത്ത് നമുക്ക് ഉള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു 2025 മോഡലിലൊക്കെ കണ്ട പോലെ തന്നെ നമുക്കൊരു 4 സ്ലാറ്റ്സ് ആയിട്ടുള്ള ഒരു LED പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ആണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ആണ്, നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക. ഒരു 4 സ്ലാറ്റ്സ് ആയിട്ടുള്ള ഒരു ബിഗ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് യൂണിറ്റ് ആണ് വരുന്നത്. അതിനകത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു യൂണിറ്റിന്റെ അകത്താണ് വരുന്നത്. വലിയൊരു ഹെഡ്ലാമ്പ് യൂണിറ്റ് എന്തായാലും ഇതിന് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 4 എണ്ണം 4 സൈഡിലായിട്ട് ഇങ്ങനെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതിന് 360 ഡിഗ്രി ക്യാമറ കാര്യങ്ങളെല്ലാം വരും. നമ്മുടെ EX മോഡലാണ്. ഇതൊരു മിഡ് വേരിയന്റ് ആണ്. EX ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്കിലും ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. EX ആണ്. ഇതൊരു മിഡ് വേരിയന്റ് ആണ്. ടോപ്പ് വേരിയന്റിലേക്ക് പോകുമ്പോഴത്തേനും ആ ഒരു ഫുൾ സ്ട്രെച്ച് ആയിട്ടുള്ള അതായത് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറാസ് വരും. അതുപോലെ റിയർ വ്യൂ മോണിറ്റേഴ്സ്, ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള റിയർ വ്യൂ മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരും. അങ്ങനെ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമുക്ക് ഒരു ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴത്തേനും. പിന്നെ നമ്മുടെ ഈ ഫ്രണ്ട് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു ചെറിയൊരു ഫിനിഷ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഗ്രില്ലിന് തൊട്ട് മേളിലായിട്ട് നമുക്ക് ഇവിടെ വൈറ്റ് അല്ല, അത് ആ ഒരു പുതിയ വണ്ടി ആയതുകൊണ്ട് അതിനകത്തൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇത് കൊടുത്തതേ ഉള്ളൂ. താഴെ വരുമ്പോഴത്തേനും ഒരു അലുമിനിയം ഫിനിഷ് ഉള്ള ഒരു ചെറിയൊരു അതിനൊരു ബ്രാക്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും ഞാൻ നേരത്തെ പറഞ്ഞ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഇവിടെ വീണ്ടും ഒരു അലുമിനിയം ഫിനിഷ് ഉള്ള അല്ലെങ്കിൽ ഒരു സ്റ്റീലല്ല അലുമിനിയം ഫിനിഷ് ഉള്ള ഒരു ചെറിയൊരു ലിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഒന്നും 2025 നിന്ന് നമ്മൾ 2026 വരുമ്പോഴത്തേനും വരുന്നില്ല. ബട്ട് സ്റ്റിൽ ചെറുതായിട്ടുള്ള എന്താ പറയാ, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നുള്ള ഒരു ചെറിയൊരു റിഫ്രഷ്മെന്റ് ആണ് 2026 നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് സൈഡിലേക്ക് പോവാം. നമുക്ക് പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ടയേഴ്സ് വരുന്ന ഒരു 19 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് വരുന്നത്. അതിന്റെ പ്രൊഫൈൽ വരുന്നത് 255/55R19 അതാണ് അതിന്റെ ഒരു പ്രൊഫൈൽ വരുന്നത്. അതുപോലെ നമ്മൾ ഈ അലോയ് ഒക്കെ ആണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ ബ്രഷ്ഡ് ഒരു സ്റ്റീൽ ഫിനിഷും കൂടെ ഉള്ള നല്ല വൃത്തിയായിട്ടുള്ള ഒരു അലോയ് വീൽസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീൽസ് വരുന്നുണ്ട്. അതിന്റെ മേളിൽ ഒരു ചെറിയൊരു വീൽ ആർച്ച് വരുന്നുണ്ട്. ഇവിടെ റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു വീൽ ആർച്ചിന്റെ തന്നെ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഡബിൾ പോർഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ബോഡി ലൈൻസ് അതിന് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ആ ഒരു വീൽ ആർച്ചിനെ കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ നന്നായിട്ട് അത് സഹായിക്കുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗ്ലോസി പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു അലുമിനിയം ചെറിയൊരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡിസൈൻ എലമെന്റ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ചെറുതായിട്ട് ഒരു സ്റ്റീൽ ഫിനിഷ് ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ആ ഒരു കളറിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിറേഴ്സ് വരുന്നുണ്ട്. അതിൽ ഇലക്ട്രോണിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും പിന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ എടുത്തത് പറയുന്നില്ല, കാരണം മിക്ക വണ്ടികളിലും അത് ഇപ്പൊ സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. അപ്പോൾ അതിനകത്തൊന്നും ഞാൻ കൂടുതലായിട്ട് അതിന് പറയുന്നില്ല. സൈഡ് ഡോർ ഹാൻഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് റിക്വസ്റ്റ് സെൻസേഴ്സോടുകൂടിയുള്ള ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് വരുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ചെറിയൊരു മസിൽ എലമെന്റ് പോലെ ഒരു ചെറിയൊരു ബോഡി ലൈനൊക്കെ കൊടുത്ത് മൊത്തത്തിൽ ഇതിന്റെ സൈഡ് പ്രൊഫൈൽ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഷാർപ്പായിട്ട് തോന്നിക്കാൻ വേണ്ടി അങ്ങനത്തെ കുറച്ച് ഡിസൈൻ എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മേളിലാണെങ്കിൽ ഒരു ചെറിയൊരു ബോഡി ലൈനും പിന്നെ അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു വണ്ടീന്റെ ഷാർപ്പായിട്ടും കുറച്ചും കൂടെ അപ്പീലിംഗ് കിട്ടാൻ വേണ്ടി കിയ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഫൈബർ ഫിനിഷ് ഉള്ള ചെറിയൊരു സ്കേർട്ട് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു സ്റ്റീൽ ഫിനിഷ് ഉള്ള അതിന്റെ മേളിൽ ആ ഒരു കളറിനെ കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചും കൂടെ നമുക്ക് പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഈ വണ്ടി കാണുമ്പോഴത്തേനും. പ്രത്യേകിച്ച് ഈ ഒരു മെറ്റീരിയലും അതിന്റെ താഴെയായിട്ട് ഒരു സ്റ്റീലും കൂടെ ഒക്കെ വരുമ്പോഴത്തേനും മൊത്തത്തിൽ ഇത്രയും ബ്ലാക്ക് വരുന്നതിന്റെ ഇടയിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത്. അതുപോലെ നമുക്ക് ഈ വിൻഡോ ലൈൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു ബോഡി കളറിനെ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് കുറച്ച് പ്രീമിയം ആയി ലക്ഷറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബി പില്ലർ ഒക്കെ വരുമ്പോഴത്തേനും ബി പില്ലർ ആണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു പോർഷൻ കൊടുത്തേക്കുന്നത്. സി പില്ലറിലെ ഈ ഒരു പോർഷനൊക്കെ ആണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത്. നമുക്ക് ഈ എന്താ പറയുക, ഈ ബോഡി കളർ എന്ന് പറയുന്നത് നമ്മൾ ഈ സൂര്യന്റെ ഈ വെളിച്ചത്തൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും അതിന്റെ ഒരു ഗ്ലോസി
നന്നായിട്ട് ഒരു ഗ്ലിറ്റർ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു ഗ്രേ ആ ഒരു ടിൻറ്റഡ് കളറാണ്, ബട്ട് സ്റ്റിൽ നന്നായിട്ട് നല്ല ഗ്ലോസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു നല്ല സൂര്യന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ കിടക്കും, ഇങ്ങനെ തിളങ്ങുന്ന നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി ഈ സി പില്ലറിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. അതിനകത്താണ് വലിയൊരു സ്റ്റീലിന്റെ ഒരു പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നുണ്ട്, അതും ഒരു സ്റ്റീൽ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റോട് കൂടിയുള്ള റൂഫ് റെയിൽസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ വണ്ടീന്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും അതുപോലെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ 2025 കണ്ടപോലെ ആ ഒരു സെയിം ട്രീറ്റ്മെന്റോടുകൂടിയുള്ള ബ്രേക്ക് ലാമ്പ് യൂണിറ്റ്സ് വരുന്നുണ്ട്. അതൊരു യു ഷേപ്പ്, നമുക്കൊരു ഇൻവേർട്ടഡ് യു എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഷേപ്പിലുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ബാക്കിന്റെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ കിയേന്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൊറന്റോന്റെ ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ PHEV ആണ്, പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്, അതിന്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് മേളിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഇതിന്റെ വൈപ്പർ യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ അകത്തേക്ക് നല്ല ടക്കിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബൂട്ട് നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് ഇഷ്ടം പോലെ സ്ഥലം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കിപ്പോ 3rd റോ നമുക്ക് ഫോൾഡഡ് ആണ്. ഫോൾഡഡ് അല്ലെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഇതൊന്ന് മേളിലോട്ടാക്കി കാണിച്ചു തരാം. നമുക്ക് ഫോൾഡഡ് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 2 പെട്ടിയൊക്കെ വെച്ച് പോകാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും സാധനം വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കാം. ഇനി ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ 12 വോൾട്ടിന്റെ ഒരു സോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഈ 2nd റോ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഇലക്ട്രോണിക് ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോൾഡ് ആവും. നമുക്ക് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ്. അതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ, നമുക്ക് ബാക്കിൽ നിന്ന് തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല നീറ്റ്ലി തന്നെ അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സ്പേസിൽ പ്രത്യേകിച്ച് നമുക്ക് അത്ര സ്പേസ് ഒന്നും നമുക്ക് ഇതിനകത്ത് വേറെ വരുന്നില്ല. കാരണം ബാറ്ററി പാക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ അത് പാക്ഡ് ആയിട്ടാണ് അവർ വെച്ചേക്കുന്നത്. അതാണ് നമുക്ക് ഇതിന്റെ ബാക്കിൽ നമുക്ക് കാണുന്ന ഒരു ഫീല്. പിന്നെ നമുക്ക് 3rd റോ, നമുക്ക് ആ 3rd റോയിന്റെ പിന്നെ നമുക്ക് ഈ 3rd റോയിൽ തന്നെ നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. USB Type-C പോർട്ട് 2 സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അവിടെയും കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 3rd റോ സീറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാക്ഡ് ആയിട്ട് ടെക്നോളജി, നമുക്ക് എന്തായാലും ഇപ്പൊ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ പിള്ളേരൊക്കെ ആണെങ്കിലും ഐപാഡും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് ചാർജ് ചെയ്യാനും ഉള്ള എല്ലാ സെറ്റപ്പുകളും, ഫോൺ വെക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ലാംപ്സ് വരുന്നുണ്ട്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും നല്ല ലോഡഡ് ആയിട്ടുള്ള ഒരു ഫാമിലി SUV ആണ് കിയേന്റെ സൊറന്റോ. നമുക്ക് ഇനി എന്തായാലും ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. പിന്നെ നമ്മൾ വേറൊരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ ഇപ്പുറത്തേക്ക് നിൽക്കാം, ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ചാർജ് ചെയ്യാനുള്ള ഒരു പോർഷനാണ് ഇവിടെ വരുന്നത്. അതിന് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോർഷനൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വണ്ടി അൺലോക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഇതിന്റെ പുറത്തെ എക്സ്റ്റീരിയർ വിശേഷം. നമുക്ക് ഇനി അകത്ത് കയറി അകത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പേ നിങ്ങളെ എഞ്ചിൻ ബേയും കൂടെ ഞാൻ ഒന്ന് കാണിച്ചിട്ട് വരാം. നമുക്ക് അതിന്റെ എഞ്ചിൻ ബേ തുറക്കാം. നമ്മൾ സാധാരണ വണ്ടികളിലൊക്കെ കാണുന്ന പോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ബേ ഓപ്പൺ ആവും. നമുക്ക് എന്തായാലും അതൊന്ന് നോക്കിയിട്ട് വരാം. നമുക്കിതൊരു ഹൈഡ്രോളിക് എഞ്ചിൻ ബേ ആണ് വരുന്നത്. ഇതിന്റെ എഞ്ചിൻ വരുന്നത് 1.6 ലിറ്ററിന്റെ ഒരു ഹൈബ്രിഡ് എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നല്ല നീറ്റ്ലി തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്ന കാണാം. ഇതിനകത്ത് നമുക്ക് ഇലക്ട്രിക് മോട്ടോർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹൈഡ്രോളിക് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു വെയിറ്റ് ഒന്നും നമ്മൾ താങ്ങി പിടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ പക്കയാണ്, നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നല്ല കൊടുത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ അത് ലേഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. അതുപോലെ നമുക്ക് ഇതാണ് ഇതിന്റെ ഒരു കീ ഫോബ് വരുന്നത്. നമുക്ക് ഇതിന്റെ മേളിൽ ലോക്ക് ബട്ടൺ വരുന്നുണ്ട്, താഴെയായിട്ട് അൺലോക്ക്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് വണ്ടീനെ ബൂട്ട് ഓപ്പൺ ചെയ്യാനും. പാനിക് ബട്ടൺ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ആ 2025 കണ്ട പോലത്തെ തന്നെ ഒരു കീ ആണ് ഇതിനകത്ത് വരുന്നത്. റിമോട്ട് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഒരുപാട് വണ്ടികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. EV9 തന്നെ നമുക്ക് ഇവിടെ ഒരു 4 ഇവിടെ കിടപ്പുണ്ട്. അതല്ലാണ്ട് അങ്ങോട്ടൊക്കെ
അതുപോലെ അങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ അവിടെ കിടപ്പുണ്ട്, യൂസ്ഡ് വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അല്ലാണ്ട് ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെയും കിടപ്പുണ്ട്. അതല്ലാണ്ട് ബാക്കിലൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ ഇൻവെൻട്രികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അകത്തോട്ട് വരാം. അകത്തോട്ട് വരുമ്പോഴത്തേനും നല്ല നീറ്റായിട്ടുള്ളൊരു ബ്ലാക്ക് ഇന്റീരിയർ ആണ് വരുന്നത്. അതിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം. നമുക്ക് ഈ ഒരു മേളിലൊക്കെ ആയിട്ട് ലെതർ ഫിനിഷ് ഉള്ളൊരു മെറ്റീരിയൽ വരുന്നുണ്ട്. അതിന് താഴോട്ടൊക്കെ ആയിട്ട് ഗ്ലോസി ഫിനിഷ് ഉള്ളൊരു എന്താ പറയുക, ഒരു ഗ്രീൻ ടിന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേനും അലുമിനിയം ഫിനിഷോട് കൂടിയുള്ള ഒരു ഫ്രെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിന്റെ ലേഔട്ടൊക്കെ ആണെങ്കിലും നല്ല പ്രീമിയം ആയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒച്ചയോ ബഹളങ്ങളൊന്നുമില്ല, കാരണം ഇത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒച്ചയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ലേഔട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. വളരെ പ്രീമിയം ആയിട്ട് ഉള്ളൊരു ഡാഷ്ബോർഡ് ലേഔട്ട് ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിന്റെ ഒരു ഇതിലേക്കൊക്കെ പോകുന്നതിന് തൊട്ട് മുമ്പ് തൽക്കാലം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പൊ അത് ഓഫ് ആക്കി നമുക്ക് ഇനി ആ സൈഡ് ഡോർ പാഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു നല്ലൊരു അടിപൊളി മെറ്റീരിയലോട് കൂടി എന്താ പറയുക, ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ള ഒരു മെറ്റീരിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ടെക്സ്റ്റേർഡ് ഫിനിഷൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും ലോക്ക് അൺലോക്ക് ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററിന്റെ കൺട്രോൾസ്, അഡ്ജസ്റ്റ്മെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് നല്ല നീറ്റ്ലി തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഡിസ്പ്ലേന്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് ബാക്ക് ഓപ്പൺ ചെയ്യാനും ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളതും പിന്നെ നമ്മുടെ പെട്രോളിന്റെ ആ ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തം ഇതൊക്കെ ആണെങ്കിൽ നല്ല നീറ്റ്ലി തന്നെ അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ എന്നാൽ നല്ല ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെ ഇത് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമുക്ക് ആ ഒരു നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പോർഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് വരുന്നത്. നല്ല കിടുക്കനായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു ഫ്ലാറ്റ് ബോട്ടം, മേളിലൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു ഫ്ലാറ്റ് ആയിട്ട് താഴെ വരുമ്പോഴും ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോളിന്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് റൈറ്റിലേക്ക് വരുമ്പോഴത്തേനും വോളിയം കൺട്രോൾ, അതിനോട് ഇപ്പോൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നീറ്റ്ലി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 12.3 ഇഞ്ചിന്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ് വരുന്നത്. നമുക്ക് രണ്ട് 12.3 ഇഞ്ചിന്റെ വലിയൊരു ഇങ്ങനത്തെ ഒരു കൺസോൾ പോലെയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് സാധാ കിയകളിലൊക്കെ കാണുന്ന പോലെ ആ ഒരു ബിഗ് ലേഔട്ടിൽ ഉള്ളൊരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടെ ഒരു വലിയൊരു കൺസോൾ ഉണ്ട്. നമുക്ക് ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു കൺസോൾ ഉണ്ട്. അതിനകത്ത് 12.3 ഇഞ്ചിന്റെ രണ്ട് ഹ്യൂജ് ഡിസ്പ്ലേസ് വരുന്നുണ്ട്. നമുക്ക് ഡിജിറ്റലി നമുക്ക് കാണാൻ പറ്റുന്ന സ്പീഡോമീറ്ററും അതുപോലെ ടാക്കോമീറ്ററും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നടുക്കായിട്ട് വേറൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രിക്കിൽ നമ്മൾ എത്ര കിലോമീറ്റർ പോയി, ഗ്യാസോലിനിൽ എത്ര പോയി, അങ്ങനത്തെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡിസ്പ്ലേയിൽ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാറ്റാനൊക്കെ പറ്റും. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേനും ബാറ്ററീൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ എഞ്ചിനിൽ നിന്ന് ബാറ്ററിയിലേക്ക് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ പവർ ഫ്ലോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീനൊക്കെ ആണെങ്കിലും നല്ല സ്നാപ്പി ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോൺ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ് വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഹസാർഡ് ബട്ടൺസ് ഇവിടെ കാണാം. AC വെൻസ് ഇവിടെ നല്ല നീറ്റ്ലി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് AC-ന്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാം. അതിനകത്ത് നമുക്ക് ഈ ഒരു ഡ്രൈവർ സൈഡ് ആണെങ്കിലും പാസഞ്ചർ സൈഡ് ആണെങ്കിലും നമുക്ക് ഡിഫറെൻ്റ്ലി നമുക്ക് ഇതിൻ്റെ ക്ലൈമറ്റ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ബട്ടൺസ് ഒക്കെ ആണെങ്കിലും നല്ല നീറ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ അത് റെസ്പോൺസീവ് ആയിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്നൊരു ചെറിയൊരു കവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് നീറ്റ്ലി തന്നെ അവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും രണ്ട് USB Type-Cൻ്റെ പോർട്ടുകൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ഇൻഡക്ഷൻ ചാർജിങ് വരുന്നുണ്ട്.
ഈ ഒരു പോർഷനിലായിട്ടാണ് ഇതിൻ്റെ ഇൻഡക്ഷൻ ചാർജിങ് വരുന്നത്. ചെറിയൊരു സ്കൂപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്കൂപ്പിലാണ് നമുക്കിവിടെ ഇൻഡക്ഷൻ ചാർജിങ് വരുന്നത്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് 2 ഹീറ്റഡ് സീറ്റ്സിൻ്റെ പോർഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് 3 വേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഡ്രൈവർ സൈഡ് ആണെങ്കിലും പാസഞ്ചർ സൈഡ് ആണെങ്കിലും. പിന്നെ അവിടെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു ടോഗിൾ ഗിയർ ബട്ടൺ ആണ് വരുന്നത്. നമുക്ക് ആ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഗിയർ കാര്യങ്ങളൊന്നും അല്ല ഇതിന് വരുന്നത്. അതിനകത്ത് നമുക്ക് ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് നമുക്കിവിടെ ഇങ്ങനെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവേഴ്സിലേക്ക് പോയി ഡ്രൈവിലേക്ക് ഇടണമെങ്കിൽ വീണ്ടും ഒന്ന് ടിൽറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പാർക്കിലേക്ക് വന്നു. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ കീ ഒക്കെ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കോയിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡ്രൈവ് മോഡ്സ്, ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സിനകത്ത് ഈക്കോ, സ്പോർട്ട്, അതുപോലെ സ്മാർട്ട്, ഇങ്ങനെ 3 ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. നമ്മളത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലാണ് ചേഞ്ചസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതല്ലാണ്ട് പിന്നെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ ഒന്നും കൂടെ പ്രസ് ചെയ്താൽ ടെറൈൻ മോഡിലേക്ക് പോകും. നമുക്ക് ഇതിനകത്ത് പോലെ സ്നോ, മഡ്, സാൻഡ്, ഇങ്ങനെ 3 നമുക്ക് ടെറൈൻ മോഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടെയാണ് ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലിന്റെ ബട്ടൺ കൊടുത്തേക്കുന്നത്. 2 വേയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്, ഹിൽ ഡിസൈൻ കൺട്രോൾ വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിന്റെ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ HEV അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇലക്ട്രോണിക് ആ ഒരു അസിസ്റ്റോട് കൂടി ഓടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫുള്ളി ഇലക്ട്രിക് ആയിട്ട് ഓടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇന്റഗ്രേറ്റഡ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റി കൂടെ ഒക്കെ ഓടിച്ച് നടക്കണമെങ്കിൽ അത്യാവശ്യം ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് മോട്ടറിന്റെ ആ ഒരു അസിസ്റ്റോട് കൊണ്ട് ഒരു ഇലക്ട്രിക് കാർ കൊണ്ട് നടക്കുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ പാർക്ക് അസിസ്റ്റിന്റെ ആ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാമറ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു എന്തെങ്കിലും കോയിൻസ് വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹ്യൂജ് ആയിട്ടുള്ള ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റ് നമ്മൾ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വലിയൊരു ആംറസ്റ്റ് യൂണിറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ട്രേ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് വാലറ്റോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് അവിടെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിലും ചെറിയ പേപ്പറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ആംറസ്റ്റ് ആണ് വരുന്നത്. ഇതിന്റെ ഒരു ലെതറിന്റെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. നമുക്ക് ഒരു നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയലോട് കൂടിയുള്ള ഒരു ലെതർ ഫിനിഷ് ആണ് നമുക്ക് കിട്ടുന്നത്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്രാബ് ഹാൻഡിലൊക്കെ ആണെങ്കിൽ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. ഇവിടെ നല്ല ഒരു എന്താ പറയാ ലെതറിന്റെ ഒരു ഫിനിഷോട് കൂടിയുള്ള ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴെയായിട്ട് നമുക്കൊരു 1/2 ലിറ്ററിന്റെ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പാക്ഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഈ റിയർ വ്യൂ മിറേഴ്സ് ഒക്കെ ആണെങ്കിലും നമുക്കിവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഓട്ടോമാറ്റിക് റിയർ വ്യൂ മിറേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഈ ഗരാജ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനകത്ത് നമുക്ക് ബട്ടൺസ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഗരാജ് ഓപ്പണേഴ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡും നമുക്ക് 2 മിറേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓൺ ഓഫ് ചെയ്യാം. പാസഞ്ചർ സൈഡ് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഓൺ ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഭാഗമൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു EXന്റെ മോഡലിനകത്ത് നമുക്ക് ഇതിനകത്ത് സൺറൂഫ് വരുന്നില്ല. പക്ഷെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴത്തേനും പനോറാമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ LED ലൈറ്റ്സ് വരുന്നുണ്ട്. SOS ബട്ടൺ, ടോയിങ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ നമുക്ക് മൈക്ക് ഇവിടെയാണ് അതിൻ്റെ ഒരു മൈക്കിന്റെ യൂണിറ്റ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് സ്പീക്കേഴ്സ്, ട്യൂട്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല സൗണ്ടും നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. അത് നമുക്ക് ഈ ഒരു EX മോഡലിൽ തന്നെയാണെങ്കിലും നല്ലൊരു പ്രീമിയം സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഇംപ്രഷൻ. അതുപോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോൾ 360 ഡിഗ്രി ക്യാമറാസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ റിയർ വ്യൂ മിറേഴ്സ് നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള റിയർ വ്യൂ മിറേഴ്സ് വരുന്നു. നമുക്ക് ഇതിനകത്താണെങ്കിൽ പോലും നമുക്ക് റിവേഴ്സ്, ബാക്കും ഫ്രണ്ട് നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ക്യാമറാസ് വരുന്നില്ല. ബട്ട് ഇതാണെങ്കിൽ പോലും നല്ല എഫിഷ്യന്റ് ആണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഇട്ട് കാണിച്ചു തരാം.
ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്കാക്കി ആ ഒരു വണ്ടീൻ്റെ ഒരു അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു നമ്മൾ എത്രത്തോളം ആ വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്നു അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ബീപ്പിങ്ങിൻ്റെ ഡിഫറൻസും വരും. ഏതൊരു കോർണറാണ് നമ്മൾ അതിനോട്ട് അടുത്തോട്ടുള്ള അവിടെ ഒരു ചെറിയൊരു ഗ്രീൻ ലൈൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ബാക്കിലോട്ട് പോയാലും സെയിം ആണ്, നമുക്ക് ആ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം അത് അങ്ങനെ മൊത്തത്തിൽ ആ ഒരു സെറ്റപ്പ് ഒക്കെ കൂടിയുള്ളൊരു പ്രീമിയം വണ്ടിയാണിത്. നമുക്ക് ഇതിനകത്ത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് $46,000 നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് SUV നമുക്ക്, അതും 7 സീറ്റ് ഉള്ള ഒരു SUV നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ആരെങ്കിലും വണ്ടിയൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇവിടെ സ്ട്രാറ്റ്ഫോർഡ് കിയയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡീലിൽ അവർ ചെയ്തു തരുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡീലില്, ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് നല്ലൊരു ഡീലില് നിങ്ങൾക്ക് അവർ ചെയ്തു തരുന്നതായിരിക്കും. ശ്യാമിനെ കാണാം. ശ്യാമാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്താ പറയുക മാനേജ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഒക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കിടുക്കൻ ഡീലിൽ ശ്യാമ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് ഇനി ഇതിന്റെ സെക്കൻഡ് റോയിൽ എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് വരാം. നമുക്ക് ഇതിന്റെ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേനും ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാപ്റ്റൻ സീറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ഇവിടെ ഒരു ചെറിയൊരു ഫുൾ ബാർ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ഒക്കെ റീച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിതിൻ്റെ റിക്ലൈനിങ് ആണെങ്കിലും നമുക്കിവിടെ ചെറിയൊരു ഫുൾ ബാർ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിവിടെ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല പ്രീമിയം ആയിട്ട് പോകാൻ പറ്റും. ഞാൻ നേരത്തെ നമ്മൾ ഇതിൻ്റെ ഒരു 2025 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. 2025 വീഡിയോയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് സ്ഥലമുണ്ട് ഇതിനകത്ത്. നമുക്ക് നല്ല പ്രീമിയം ആയിട്ട് അതിനകത്ത് എല്ലാ സീറ്റിലും അല്ലെങ്കിൽ എല്ലാ റോയിലും USB Type-Cന്റെ ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ സ്ഥലത്തേക്കും കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഫിനിഷുകൾ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയൊരു, ഇപ്പൊ നമുക്ക് ചെറിയ എന്താ പറയാ എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ ചെറിയൊരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സൈഡിലാണെങ്കിൽ അപ്പർ സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേനും അതുപോലെ നമുക്ക് ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ആണെങ്കിലും നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് ഇതിന്റെ വിൻഡോയിന്റെ അപ്പ് ഡൗൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് അസിസ്റ്റീവ് ടച്ചോട് കൂടിയിട്ടുള്ള നമുക്ക് ആ ഒരു കപ്പ് ഹോൾഡേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് കോഫി ഒക്കെ ആണെങ്കിൽ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പില്ലായി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു നടുക്കായിട്ട് നമുക്ക് ഇതിന് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിന് കൊടുത്തേക്കുന്നത്. താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു സോക്കറ്റ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു USB Type-Cന്റെ പോർട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാസഞ്ചർ സൈഡിലാണെങ്കിലും സെയിം ഒരു ഫിനിഷാണ് നമുക്ക് വരുന്നത്. അവിടെ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡോർ പാഡിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഒക്കെ ഒരു പ്രീമിയംനെസ് ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നല്ല ടച്ച് ആൻഡ് ഫിനിഷ് ഉള്ള ഒരു സീറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് അതിനകത്ത് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു നല്ലൊരു നമുക്കിങ്ങനെ രണ്ട് രീതിയിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. ഇവിടെ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ല പാക്ഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നിന്നൊക്കെ ഉള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടുക്കൻ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ തേർഡ് റോയിലാണെങ്കിലും നമുക്ക് തൈ സപ്പോർട്ട് കുറവാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു വലിയൊരാളാണെങ്കിൽ പോലും നമുക്ക് ഡീസെന്റ് ആയിട്ട് പോകാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു സ്കൂപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു തേർഡ് റോ വരുന്നുണ്ട്. വലിയൊരു ഡിസ്റ്റൻസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോകാം. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് അതുപോലെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ വരുന്നുണ്ട്. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകും. നമുക്ക് സുഖമായിട്ട് നമുക്ക് ഈ ഡോറ് തുറന്ന് ഇറങ്ങി പോവാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നമുക്ക് ഈ ഒരു പാത്തിൽ കൂടെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. നമുക്കിപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു സെക്കൻഡ് റോ തേർഡ് റോന്റെ ഒക്കെ വിശേഷം. കിടുക്കനായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഞാൻ പറഞ്ഞ പോലെ $46,000 മാത്രമേ ഇനി വരുന്നുള്ളൂ. ഒരു
ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു ബിഗ് SUV നിങ്ങൾക്ക് $46,000 കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല. ബട്ട് ദാറ്റ്സ് ട്രൂ. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ ബ്രൗഷർ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പിൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഷ്യാമിന്റെ നമ്പർ താഴെ കൊടുത്തേക്കാം. ഷ്യാമായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഡീലിൽ, ഞാൻ ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുന്നു, നല്ലൊരു ഡീലിൽ നിങ്ങൾക്ക് ശ്യാമ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ അത്രയ്ക്ക് തന്നെയുള്ളൂ. നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് ഇതിന്റെ ഒരു എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ഫീൽ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇനി എന്തായാലും ഒരു കുഞ്ഞ് ഡ്രൈവ് ചെയ്തിട്ട് വരാം. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഒച്ച ബഹളങ്ങളൊന്നുമില്ല. ചുമ്മാ നമുക്കിങ്ങനെ വളരെ കൂളായിട്ട് പോവാം. ഇപ്പോഴും ആ ഒരു ഹൈബ്രിഡ് എഞ്ചിനിലാണ് നമുക്കിത് വർക്ക് ആവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 1.6 എഞ്ചിൻ നമുക്ക് അങ്ങനെ ഓൺ ആക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല സൈലന്റ് ആയിട്ടുള്ളൊരു ക്യാബിൻ വരുന്നുണ്ട്. അതുപോലെ ഇതൊരു ഫാമിലിക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാൻ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാനും പറ്റും. നമുക്ക് 3-4 പേരൊക്കെ നല്ല സുഖമായിട്ട് നല്ല ലാവിഷായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കിടുക്കൻ വണ്ടിയാണ്. നമുക്ക് ആ ഒരു ഫുള്ള് നമുക്കൊരു ഹൈവേയിലൊക്കെ കയറുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഫുൾ പവറിൽ എടുത്തിട്ട് പോവുകയും ചെയ്യാം. ആ 1.6 ലിറ്ററിന്റെ എഞ്ചിനും അതുപോലെ ഈ ഒരു ഹൈബ്രിഡ് അസിസ്റ്റും എല്ലാം കൂടെ കൂടുമ്പോഴത്തേനും നമുക്ക് നല്ല കിടുക്കനായിട്ട് ഇത് കൊണ്ടുപോകാനും പറ്റും. അതേ സമയത്ത് നമുക്ക് ഈ ഒരു വണ്ടീന്റെ പ്രൈസിങ് ഒക്കെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആകെ കൂടെ വരുന്നത് $46,000 നമുക്ക് ഇത് സ്റ്റാർട്ടിങ് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ മൊത്തത്തിൽ ഇത് നോക്കുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കൻ SUV ആണ് നമ്മുടെ ഈ ഒരു കിയന്റെ സൊറണ്ടോ. അപ്പൊ ആരെങ്കിലൊക്കെ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിയ സ്ട്രാറ്റ്ഫോർഡ് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും സെൻസേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിംഗ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് പോർഷനിലാണ് നമുക്ക് വണ്ടി അടുക്കുന്നതെന്നൊക്കെ നമുക്ക് നല്ല കൃത്യമായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ സ്ക്രീനും അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു കിടുക്കനായിട്ടുള്ളൊരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ അതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. താങ്ക് യു.